ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ കോസസ് തന്നെയാണ്. US ഫെഡിന്റെ ഗ്ലൂമി ഇക്കണോമിക് ഔട്ട്ലുക്ക് പല ഇൻവെസ്റ്റേഴ്സിനും ഒരു വറി സൃഷ്ടിച്ചിരുന്നു. അതും ഇന്ന് മാർക്കറ്റിനെ റെഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പയറിയും മാർക്കറ്റിൽ ഒരു ഡൗൺ മൂവ്മെന്റ് ആണ് സൃഷ്ടിച്ചത്. ഇന്ന് ഗവൺമെന്റിന്റെ തീരുമാനം വന്നതുകൊണ്ട് എനർജി സെക്ടറിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ദൃശ്യമായിരുന്നു. ബാക്കി പല സെക്ടേഴ്സും ഇന്നൊരു നെഗറ്റീവ് മോഡിലായിരുന്നു ട്രേഡ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി 50 96 പോയിന്റോളം ഡൗൺ ആയി 11,312 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 29 പോയിന്റോളം ഡൗൺ ആയി 7,911 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 286 പോയിന്റോളം ഡൗൺ ആയി 21,999 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 248 പോയിന്റോളം അപ്പായി 15,960 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 144 പോയിന്റോളം ഡൗൺ ആയി 10,897 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 146 പോയിന്റോളം ഡൗൺ ആയി 31,439 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 84 പോയിന്റോളം ഡൗൺ ആയി 18,126 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 25 പോയിന്റോളം അപ്പായി 2,538 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 3 പോയിന്റോളം അപ്പായി 11,540 പോയിന്റിലും നിഫ്റ്റി PSU ബാങ്ക് 5 പോയിന്റോളം ഡൗൺ ആയി 1,457 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് NTPC, ONGC, പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, അതുപോലെ BPCL തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ്, HDFC, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. സെൻസെക്സ് പരിശോധിക്കുമ്പോൾ സെൻസെക്സ് 394 പോയിന്റോളം ഡൗൺ ആയി 38,220 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് NTPC, ONGC, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, അതുപോലെ HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ബജാജ് ഫിനാൻസ്, ടെക് മഹീന്ദ്ര, മാരുതി സുസുക്കി, അതുപോലെ TCS തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. NTPC സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. 6.81% അപ്പായാണ് ഇന്ന് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് L&T ഹൈഡ്രോ കാർബൺ എഞ്ചിനീയറിംഗും NTPCയും തമ്മിൽ നിലവിൽ വന്ന എഗ്രിമെന്റിന്റെ ഫലത്തിലായിരുന്നു ഈ ഒരു റാലി ഉണ്ടായത്. ഈ എഗ്രിമെന്റ് പ്രകാരം CO2 മെത്തനോൾ ഡെമോൺസ്ട്രേഷൻ പ്ലാൻ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് സംഭവിച്ചത്. ടാറ്റ പവർ സ്റ്റോക്കിൽ ഇന്ന് 8% ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അവരുടെ പുതിയ എക്സ്പാൻഷൻ പ്ലാൻ കാരണമാണ് സ്റ്റോക്കിൽ ഒരു റാലി സംഭവിക്കുന്നത്. കമ്പനി ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ എനർജി പ്രൊഡ്യൂസറായി മാറാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ അവരുടെ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നുള്ള റവന്യൂ ഏകദേശം 23,000 കോടിയിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത് FY25. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചേഞ്ച് തന്നെ വരുത്താനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. ഈ ന്യൂസുകളായിരുന്നു ഇന്ന് സ്റ്റോക്കിനെ ഒരു അപ്മൂവിലേക്ക് നയിച്ചത്. പല പവർ സ്റ്റോക്കുകളിലും ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ക്യാബിനറ്റിന്റെ ഇക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റി ബോറോയിങ് ലിമിറ്റുകളിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുതന്നെയായിരുന്നു ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായി മാറിയതും റാലി നടത്താനുള്ള പ്രധാന കാരണവും. ആർത്തി ഡ്രഗ് സ്റ്റോക്കുകളിൽ ഇന്ന് ഏകദേശം 20% ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റ് ഒരു ബോണസ് ഷെയർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. PNB ഹൗസിംഗ് ഫൈനാൻസ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബോർഡ് ഏകദേശം 1,800 കോടി രൂപയോളം ഇക്വിറ്റി ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള അനുവാദം നൽകിയിരുന്നു. അതുകൊണ്ടായിരുന്നു സ്റ്റോക്കിൽ ഇന്ന് ഏകദേശം 2.33% ഒരു അപ്മൂവ് കണ്ടത്. IRCTC സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്റ്റേക്ക് ഗവൺമെന്റ് സെൽ ചെയ്യും എന്ന ന്യൂസ് തന്നെയാണ്. OFC വഴി സെൽ ചെയ്യും എന്ന ന്യൂസുകളുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു സ്റ്റോക്കിനെ ഇന്ന് ഹേർട്ട് ചെയ്തത്. L&T ഫൈനാൻസ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഏകദേശം 200 കോടി രൂപയോളം ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. NCD വഴിയാണ് റൈസ് ചെയ്യുന്നത്. അത് സ്റ്റോക്കിന് ഇന്നൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് നൽകിയത്. RBL സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഏകദേശം 1,500 കോടി രൂപയോളം ഫണ്ട് റൈസിംഗ് നടത്തുമെന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷന് കാരണമായത്. മുത്തൂറ്റ് ഫൈനാൻസ് സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അവരുടെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. ഒരു നല്ല റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. പക്ഷേ സ്റ്റോക്കിൽ ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു സ്റ്റോക്കിനെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് നയിച്ചത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ചില അനലിറ്റിക്കൽ ഫേമുകൾ അതിന്റെ വാല്യുവേഷനിൽ കമന്റ് നൽകിയിരുന്നു. അതായത് സ്റ്റോക്ക് ഹൈ വാല്യുവേഷനിലാണെന്ന്. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിച്ചത്.
രുചി സോയ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് സംഭവിച്ചത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ വീക്ക് റിസൾട്ട് തന്നെയാണ്. അതുപോലെ അവരുടെ മാനേജിംഗ് ഡയറക്ടറായ ആചാര്യ ബാലകൃഷ്ണ റിസൈൻ ചെയ്തിട്ടുണ്ട്. അതും ഇന്ന് സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് സൃഷ്ടിച്ചത്. അതുപോലെ അവരുടെ പ്രോഫിറ്റിൽ ഏകദേശം 12% ഒരു റിഡക്ഷനാണ് സംഭവിച്ചത്. ഹിൻഡാൽകോ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവർ അൾട്രാടെക് സിമെന്റിന് 1.2 മില്യൺ ടൺസ് ബോക്സൈറ്റ് സപ്ലൈ ചെയ്യും എന്നറിയിച്ചിരുന്നു. അതുതന്നെയായിരുന്നു ഇന്ന് ഹിൻഡാൽകോ സ്റ്റോക്കിൽ ഒരു അപ്മൂവിന് ഇടയാക്കിയത്. അതുപോലെ കമ്പനി അറിയിച്ചിരുന്നത് 40ഓളം സിമെന്റ് കമ്പനിക്ക് ഈ വർഷത്തിൽ അവർ ബോക്സൈറ്റ് റെസിഡ്യൂൻസ് സെൽ ചെയ്യും എന്നും അറിയിച്ചിരുന്നു. അതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. വരും ദിവസങ്ങളിൽ അതിന്റെ എഫക്റ്റും സ്റ്റോക്കിൽ ദൃശ്യമാവും. ഏകദേശം അത് 2.5 മില്യൺ ടൺസ് ഓഫ് ബോക്സൈറ്റ് റെസിഡ്യൂൻസ് ആണ് ഈ 40 സിമെന്റ് കമ്പനിയിലേക്ക് ഈ വർഷം അവർ നൽകാൻ ആഗ്രഹിക്കുന്നത്. സി എന്റർടൈൻമെന്റ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് പല അനലിറ്റിക് ഫേമുകളും അവർക്കൊരു അപ്ഗ്രേഡേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ യെസ് ബാങ്കും സി എന്റർടൈൻമെന്റും തമ്മിലുള്ള കേസിൽ സി എന്റർടൈൻമെന്റിന് അനുകൂലമായ വിധിയും വന്നിരുന്നു. അതും ഇന്ന് സ്റ്റോക്കിന് ഒരു പോസിറ്റീവ് മൊമെന്റമാണ് നൽകിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് IOC മൗറീഷ്യസിന്റെ ഫ്യൂൽ എക്സ്പോർട്ട് ഡീൽ വിൻ ചെയ്തു എന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ ഫലത്തിൽ തന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് കണ്ടത്. ഈ ഡീൽ പ്രകാരം ഏകദേശം 7.2 ലാക്ക് ടൺസ് ഓഫ് പ്രോഡക്റ്റുകളാണ് മൗറീഷ്യസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് അനുവാദം ലഭിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ സെൻറ്റർ ഒരു സ്റ്റേക്ക് സെൽ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്ന ന്യൂസാണ്. ഏകദേശം 5% സ്റ്റേക്കാണ് അവർ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ന്യൂസാണ് വന്നത്. അതുതന്നെയായിരുന്നു ഇന്ന് സ്റ്റോക്കിനെ ഡൗൺ ട്രെൻഡിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം. DLF സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് HDFCയിൽ നിന്ന് കിട്ടിയ തുകയുടെ ന്യൂസിന്റെ ഫലത്തിലായിരുന്നു ഈ ഒരു റാലി നടത്തിയത്. പുതിയ ഒരു പ്രീമിയം ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് ഈ തുക വിനിയോഗിക്കുന്നത്. അദാനി പവർ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ പുതിയൊരു പ്ലാന്റ് അക്വയർ ചെയ്യേണ്ട ഒരു ഡിസ്കഷൻ നടക്കുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കിന് ഇന്നൊരു പോസിറ്റീവ് മൊമെന്റം നൽകിയത്. റാംകി ഇൻഫ്രാ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു വിസിബിൾ ആയത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഒരു ലോസ് ആയിരുന്നു ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 61 കോടിയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡിന് ഇടയാക്കിയത്. ഇമാമി സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെന്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അവരുടെ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ഷെയറുകൾ റിലീസ് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് മൊമെന്റമാണ് സൃഷ്ടിക്കുന്നത്. ശോഭ കൺസ്ട്രക്ഷൻ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ന്യൂസായിരുന്നു സ്റ്റോക്കിൽ ഒരു അപ്മൂവിന് ഇടയാക്കിയത്. മംഗളം സിമെന്റ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ന്യൂസായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.